ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൽ ഏദൻ എന്ന പർദീസാലായിരുന്ന മനുഷ്യൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അഥവാ പ്രലോഭിപ്പിക്കപ്പെട്ട് ദൈവികമായ കൽപ്പനയെ ലംഘിക്കുന്നതാണ് നാം കാണുന്നത്. ഉൽപ്പത്തി 2:15 നമ്മൾ വായിച്ചത്, മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ദൈവമാക്കിയത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒന്ന്, തോട്ടം സൂക്ഷിപ്പാനും അതിൽ വേല ചെയ്യാനും. തോട്ടത്തിലെ ഫലം അനുഭവിക്കുവാൻ അവൻ അർഹത ലഭിക്കുന്നത് ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. ഏദൻ തോട്ടമെന്നൊക്കെ നമ്മുടെ ഭാവനയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ ഭൂമിയിൽ അധ്വാനിക്കേണ്ടി വരില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ കാണുന്നത്. തോട്ടത്തിൽ വേല ചെയ്യണം. 2, ശത്രു അതിൽ പ്രവേശിക്കാതെ അതിനെ സൂക്ഷിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം അവർ ചെയ്തിട്ടുണ്ടാവും, തോട്ടത്തിൽ വേല ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ശത്രു പ്രവേശിക്കുന്നതിനെ തടയാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് പാമ്പ് പിശാച് അവരെ അവിടെ വന്ന് പ്രലോഭിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാനുഷികമായ ആ ജീവിതത്തിലും 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മളായിരിക്കുന്ന സ്ഥലം, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ, നമ്മുടെ ഭവനങ്ങൾ, അവിടെയൊക്കെ അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. 2, പിശാചിക ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം ശത്രു അതിൽ പ്രവേശിക്കാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2-ാം അധ്യായത്തിൽ ദൈവവും മനുഷ്യനും അല്ലെങ്കിൽ സ്ത്രീയും മനുഷ്യനും മൃഗജാലങ്ങളും ഇതൊക്കെ തമ്മിലുള്ള വലിയ വിശ്വസ്തതയ ആ സ്നേഹബന്ധത്തെയാണ് എടുത്ത് കാണിക്കുമ്പോൾ, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ബന്ധം തകരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ആദ്യത്തെ വിശ്വാസബന്ധം തകരാനുള്ള കാരണമാണ് ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു പാമ്പ് വന്നവരെ പ്രലോഭിപ്പിക്കുന്നതായി കാണുന്നു. കനാന്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദൈവമാണ് പാമ്പ്. അപ്പോൾ ഒരുപക്ഷെ പരോക്ഷമായി നിങ്ങൾ ആരാധിക്കുന്ന പാമ്പാണ് യഥാർത്ഥത്തിൽ പിശാചെന്നുള്ള പരോക്ഷമായ ഒരു സൂചന ഇസ്രായേലിൻ്റെ എഴുത്തുകാരൻ നൽകുന്നുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. പാമ്പിനെക്കുറിച്ച് പറയുന്ന മറ്റ് ജീവജാലങ്ങളിലൊക്കെ അത് കൗശലമുള്ള ഒരു ജന്തുവാണെന്നാണ്. പഴയ കാലങ്ങളുണ്ടായിരുന്ന ഇതിഹാസങ്ങളിൽ പാമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഗിൽഗാമേഷ് ഇതിഹാസത്തിൽ പാമ്പ് ഒരു സുപ്രധാന പങ്ക് അവിടെ വഹിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരസ്പര വിശ്വാസം പാലിക്കേണ്ട സ്ത്രീ പുരുഷന്മാർ വിശ്വാസം ലംഘിച്ചവരായി തീർന്നതിൻ്റെ കാരണം ഇവിടെ വിവരിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ തോട്ടത്തിലെ മണ്ണിൽ ജീവിക്കേണ്ട മനുഷ്യനിപ്പോൾ അവിടെയെല്ലാം അധ്വാനിച്ചും വിയർത്തും മണ്ണുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് അവൻ മാറ്റപ്പെടുന്നു. ഏദൻ എന്ന പർദീസായിൽ അവന് സകല ജീവജാലങ്ങളോടുമുള്ള വലിയ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ആ ജീവജാലങ്ങളോടൊക്കെ അകലുന്നൊരവസ്ഥയിലേക്ക് അവൻ വീണുപോവുകയാണ്. ശിശു സഹജമായ ആശ്രയത്തിലും അനുസരണത്തിലും ദൈവവുമായി ബന്ധപ്പെട്ടിരുന്ന മനുഷ്യന് സ്വന്തം വിവേചന ശക്തിയിലും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിലും ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നിരിക്കുന്നു. എങ്കിലും ദൈവം പൂർണ്ണമായി അവനെ അവിടെ കൈവിടുന്നില്ല എന്ന് നമുക്കിന്ന് കാണാൻ പറ്റും. ഇവിടെ പാമ്പിനെ ദൈവത്തിൻ്റെ സൃഷ്ടികളൊന്നായിട്ട് തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിനെ ദൈവത്തിന് വിരുദ്ധമായ ശക്തിയായും പൈശാചിക ശക്തിയായും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇവിടെ ചോദ്യം, പാമ്പിന് സംസാരിക്കാൻ പറ്റുമോ? ജന്തുക്കൾ സംസാരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പൗരാണിക പാരമ്പര്യങ്ങളിലെ കഥാരൂപങ്ങളിലെല്ലാം അങ്ങനെയുള്ള ധാരാളം വിവരണങ്ങളുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലും ബിലിയാമിനോട് ആ സംഭവം നമ്മൾ വായിക്കുമ്പോൾ കഴുത സംസാരിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പോൾ പാമ്പ് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതെല്ലാം കൂടുതലും സിംബോളിക്കായിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നു ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അന്ന് നിലവിലുണ്ടായിരുന്ന പൗരാണിക കഥകളൊക്കെ എടുത്ത് ഇസ്രായേലും യഹോവയുമായുള്ള ബന്ധത്തിൽ അതിനെ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അവരോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്നാണ് ദൈവം പറഞ്ഞത്. ജീവവൃക്ഷം അവിടെയുണ്ട്, ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ചെയ്തത് ഈ മനുഷ്യർ, ആദ്യ മനുഷ്യൻ അത് തിരഞ്ഞെടുക്കാതെ അറിവിന് വേണ്ടി പോയി. അവർ ജീവനെ ഉപേക്ഷിച്ച് അറിവിനെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് മനുഷ്യൻ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ജീവനേക്കാൾ ഉപരി അറിവിലൂടെ ദൈവത്തെ മനസ്സിലാക്കാനുള്ള, ബുദ്ധിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. നമ്മൾ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അറിവിന് വേണ്ടിയാണോ അതോ ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടിയാണോ? അറിവിന് വേണ്ടി മാത്രമാണ് വേദപുസ്തകം നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ അറിവിൻ്റെ വൃക്ഷത്തിലേക്ക് നമ്മൾ പോകുന്നത് പോലെയാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് മരണം മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. എന്നാൽ ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലൂടെയാണ് നാം നന്മ തിന്മകളെ തിരിച്ചറിയണമെന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ബന്ധം, സജീവമായൊരു ബന്ധം ദൈവത്തോടില്ലാതെ നാം നന്മ തിന്മകളെ അറിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനാണ് സാധ്യത. അങ്ങനെയാണ് ആദം ഹവ്വ ഇവിടെ മരിക്കുന്നത്, ആത്മീയമായി മരിക്കാനുള്ള കാരണം അതാണ്. ദൈവത്തോടുള്ള ആ ജീവനുള്ള ഒരു ബന്ധമില്ലാതിരിക്കെ നന്മതിന്മ സംബന്ധിച്ച അറിവ് അവർക്കവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഓരോ നിമിഷവും ശരി ഏത് തെറ്റേത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലായിരിക്കണം നാം നന്മ തിന്മകളെ തിരിച്ചറിയേണ്ടത്. പിശാച് ഇവിടെ ഹവ്വയോട് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാമെന്നാണ്. അവിടെ ചോദിക്കുന്നു, വൃക്ഷഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട്, ഭക്ഷിക്കരുതെന്ന് മാത്രമല്ല അതിൽ തൊടുക പോലും അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, എങ്കിൽ സ്ത്രീ സഹജമായ ഒരു കൂട്ടിച്ചേർക്കലായി നമുക്കതിനെ കാണാവുന്നതാണ്. ഇവിടെ പിശാച് പറയുന്നു, നീ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ജ്ഞാനവും അധികാരവും ശക്തി നിനക്കുണ്ടാകും. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മറ്റ് ജീവജാലങ്ങളെ ഒന്നും ദൈവം ഇവിടെ വിലക്കിയിട്ടില്ല. പിശാച് അതും ചൂണ്ടിക്കാണിച്ചാണ്. നീ നോക്ക, ഒരു പക്ഷിയും അത് ഭക്ഷിച്ചിട്ട് ഒരു പക്ഷി മരിക്കുന്നില്ല, മൃഗങ്ങൾ ഭക്ഷിക്കുന്നില്ല, ഇടജാതികളൊന്നും അത് ഭക്ഷിച്ചിട്ട് മരിക്കുന്നില്ല. നീ മാത്രം മരിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. തീർച്ചയായും അങ്ങനെ ഒരു പ്രലോഭനവും അവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ പിശാച് 3 കാര്യങ്ങളാണ് ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന്, ജ്ഞാനം, അധികാരം, ശക്തി. എന്നാൽ നമ്മുടെ കർത്താവ് ഇതിന് വിരുദ്ധമായി 3 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു: താഴ്മ, വിശുദ്ധി, സ്നേഹം. പിശാച് ഇവിടെ ഈ സ്ത്രീയോട് പറയുന്നത്, ഇത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയുള്ള ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത, അധികാരം, ശക്തിയൊക്കെ നിനക്ക് ലഭിക്കും. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളിലും പഠിപ്പിക്കലിലും കർത്താവ് 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. 1 താഴ്മ, 2 വിശുദ്ധി, 3 സ്നേഹം. ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് ആദ്യം പറഞ്ഞതാണ്. ഇവിടെ പിശാചിൻ്റെ ശബ്ദവും യേശുവിൻ്റെ ശബ്ദവും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ് പൈശാചിക പ്രലോഭനങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വൃക്ഷഫലം 3 രീതിയിലാണ് ഈ സ്ത്രീയെ ആകർഷിച്ചത്. 1, അത് തിന്നാൻ രുചിയുള്ളത്; 2, കാണാൻ ഭംഗിയുള്ളത്; 3, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ട് പറിച്ചു തിന്നുവെന്ന. ഇതിൽ ഈ 3 മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ 3 തലങ്ങളിലുള്ള പ്രലോഭനമാണ്. ഈ 3 പ്രലോഭനങ്ങളെയാണ്
1 യോഹന്നാൻ 2:16 യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇത് മൂന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. തിന്നാൻ നല്ലത് എന്നുള്ളത് ജഡമോഹമാണ്. കാണാൻ ഭംഗിയുള്ളത് എന്നുള്ളത് കൺമോഹമാണ്. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നുള്ളത് ജീവനത്തിൻ്റെ പ്രതാപമാണ്. ആദ്യ മനുഷ്യൻ ഈ 3 പ്രലോഭനങ്ങളിലും വീണുപോയി. എന്നാൽ 2ാം ആദമായി, ഒടുക്കത്തെ ആദമായി വന്ന നമ്മുടെ കർത്താവ് ഈ 3 പ്രലോഭനങ്ങളെ അതിജീവിച്ച് കാണിച്ചു. അതായിരുന്നു തൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. വിശക്കുന്നു, കല്ലപ്പമാക്കി തിന്നെ എന്നുള്ളത് ജഡമോഹമാണ്. ദേവാലയഗ്രഹത്തിൽ ചാടി കാല് കല്ലിത്തട്ടാതെ പൊങ്ങി നിൽക്കുക എന്നുള്ളത് അത്ഭുതമാണ്, കൺമോഹമാണ്. നീ എന്നെ ആരാധിച്ചാൽ ലോകത്തിലുള്ള സകല അധികാരങ്ങളും സമ്പത്തുകളും നിനക്ക് തരാമെന്നുള്ളത് ജീവനത്തിൻ്റെ പ്രതാപമാണ്. ഈ 3 രീതിയിലാണ് എന്നും പിശാച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത്. ഈ 3 പ്രലോഭനത്തിലാണ് മനുഷ്യൻ എപ്പോഴും വീണു പോകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയില്ല. തൻ്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ഈ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ടാണ് കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നത് പോലും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങൾ എപ്പോഴും നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കും. ശാരീരികവും മനസ്സും ആത്മീയമായ 3 തലങ്ങളിൽ ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കണം. പിശാച് കവിയെ ഇവിടെ പ്രലോഭിപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന തന്ത്രപൂർവ്വം അവിടെ പറയുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഈ മനോഹരമായ വൃക്ഷം, കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതും നിനക്ക് ഭക്ഷിക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ പിശാച് ഈ രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിക്കും. ഒരിക്കൽ കർത്താവ് പത്രോസിനെ പറഞ്ഞു, സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് ദൈവത്തോട് അനുവാദം ചോദിച്ചു. ലൂക്കോസ് 22:31. പക്ഷെ ദൈവം പറഞ്ഞു, നീ പാറ്റപ്പെടുമ്പോൾ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. നിന്നെ പാറ്റാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല, പ്രതിസന്ധി വരുത്തില്ല എന്ന് പറയത്തില്ല, പ്രലോഭനം വരുത്തില്ല എന്ന് ദൈവം അതിനെ വിലക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം, ദൈവം നിരൂപിച്ചിരുന്നെങ്കിൽ മനുഷ്യന് ഈ ഫലം പറിക്കാതിരിക്കത്തില്ലായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞൻ പിച്ച് നടന്ന വിളക്കെ പിടിക്കാൻ വരുന്നു. കുഞ്ഞിനറിയില്ല അത് പിടിച്ചാൽ കൈ പൊള്ളുമെന്ന്. അപ്പം നമ്മൾ മുതിർന്നവരെന്താ ചെയ്യുന്നത്? പിടിച്ചോട്ടെന്ന് പറയുമ്പോൾ നമ്മളൊന്നിൽ വിളക്ക് മാറ്റും, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവിടുന്ന് മാറ്റും. ഇതെന്തുകൊണ്ട് ഏതെങ്കിലും സംഭവിച്ചില്ല? അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം തന്നെയല്ലേ ഈ തെറ്റിന് കാരണക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം മനുഷ്യന് കൊടുത്ത ഫ്രീ വിൽ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്താണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം. അതാണ് സ്വരൂപവും സാദൃശ്യം എന്നതിൻ്റെ ഒരർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഏദൻ എന്ന പർദീസായിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കുഞ്ഞായിട്ടല്ല, പൂർണ്ണ മനുഷ്യനായിട്ടാണ്. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ അവനെ സൃഷ്ടിച്ച് ദൈവികമായ സാദൃശ്യവും രൂപവും നൽകി, തേജസ് നൽകി അവന് പറഞ്ഞു കൊടുത്തു, ഇത് തിന്നാൽ ഇത് ഫലം, ഇത് തിന്നാൽ ഇത് ഫലം, നീ ഇത് ഭക്ഷിച്ചാൽ നീ മരിക്കും, ഇല്ലെങ്കിൽ നീ ജീവിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് അവൻ തെറ്റ് ചെയ്തത്. അതവൻ്റെ സ്വാതന്ത്ര്യം അവൻ അവിടെ ദുർവിനിയോഗം ചെയ്തതാണ്. അതുകൊണ്ട് വാട്ട് വാസ് ദ സിൻ ഓഫ് ഏദൻ എന്നതിന് പിതാക്കന്മാർ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. മിസ്യൂസ് ഓഫ് ഫ്രീഡം വാസ് ദി സിൻ ഓഫ് ഏദൻ. മിസ്യൂസ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമാണ്. നമ്മളും ഇന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അറിവില്ലായ്മയിൽ നിന്നല്ലല്ലോ. അങ്ങനെ ചെയ്തതൊക്കെ ദൈവം നമ്മോട് ക്ഷമിക്കും. അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നത്. തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തോടുള്ള ഒരു മത്സരമായിട്ട് മാറുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നമുക്ക് തരുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അപ്പം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ശോധനകളുടെയും പ്രലോഭനങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ വീണുപോയാലും നമുക്ക് ദൈവ സ്നേഹത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ അതിജീവിച്ച് ജയിക്കാൻ സാധിക്കും.
യോബിനെ പോലെ ആഴത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോഴും നമുക്ക് സാമ്പത്തികമായ മറ്റു രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ദൈവത്തെ സംശയിക്കാൻ പാടില്ല. ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുമെങ്കിൽ അതിനെയൊക്കെ, ഏത് പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ആ ധൂർത്തപുത്രന്റെ ഉപമയിൽ കർത്താവ് നമുക്ക് ബോധ്യമാക്കിയത് എന്താണ്? ആ പിതാവിൻ്റെ സ്നേഹം, ആ ബോധ്യം ആ പുത്രനുണ്ടായതുകൊണ്ടാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവന്നത്. താൻ എത്ര തെറ്റുകൾ ചെയ്താലും, തൻ്റെ ജീവിതത്തെ താൻ നശിപ്പിച്ചാലും എന്നെ സ്നേഹിക്കുന്നൊരു പിതാവ് അവിടുണ്ട്. അവനെന്നെ തള്ളുകയില്ല എന്ന ബോധ്യത്തോടെ നമുക്ക് അനുദപിച്ച് ഇത് തിരിച്ചു വരുവാനുള്ള വഴിയും ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷം വളരെ മനോഹരമാണ്. ഒരു വശത്ത് മനോഹരമായ വൃക്ഷവും വൃക്ഷഫലവും, മറുവശത്ത് ദൈവവും. ഇതിനേതിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു? നമ്മൾ സൃഷ്ടിയെ തിരഞ്ഞെടുക്കുന്നു, സൃഷ്ടിതാവിനെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് സൃഷ്ടിതാവിനെ മറന്നിട്ട് സൃഷ്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. നാം സൃഷ്ടിയേക്കാൾ വലുതാണ് സൃഷ്ടിതാവ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ സൃഷ്ടികളുടെ ആ ഒരു സൗന്ദര്യവും ഒരു ആകർഷത്വവും നമ്മളെ അടിമപ്പെടുത്തുകയില്ല. എന്നാൽ സൃഷ്ടിതാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നു. എൻ്റെ സൃഷ്ടിതാവിനെ ജീവിതത്തിൻ്റെ എല്ലാത്തിനേക്കാൾ ഉപരിയായി സൃഷ്ടിക്ക് മേൽ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഞാൻ ജയാളിയാകുന്നത്. അതിനുശേഷം നമുക്കറിയാം, ഇവിടെ ആ വൃക്ഷഫലം ഭക്ഷിച്ചു അവർ നഗ്നരായി തീർന്നു. അവർ ദൈവത്തെ ഭയപ്പെടുകയാണ്. ഇതുവരെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഓടി ഒളിക്കേണ്ട സാഹചര്യം വരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ തനിയെ ഓടിപ്പോകേണ്ടി വരുന്നു. ദൈവം 3:17 അവനോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടോ? ഭാര്യയുടെ വാക്ക് കേൾക്കുന്നത് തെറ്റാണ്? ഒരിക്കലുമല്ല. എന്നാൽ അത് പാപത്തിലേക്ക് നമ്മളെ നയിക്കുമെങ്കിൽ, ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിൽ നമ്മളെ അകറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് നമ്മൾ വഴിപ്പെടേണ്ടതില്ല. ഈ കുടുംബത്തിൻ്റെ തലവൻ ആദമായിരുന്നു. പിശാചി സ്ത്രീയോട് സംസാരിക്കുന്നതൊക്കെ അവൻ കേട്ടുകൊണ്ട് അവിടെ ഇരുന്നതല്ലാതെ ഒന്നും പ്രതികരിച്ചു കാണില്ല. ഇതൊക്കെ ഭാവനയെ പറയുന്ന കാര്യമാണ്. ആയതുപോലെ കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും ആ കുടുംബത്തിൻ്റെ നേതൃത്വം പുരുഷനിലായിരിക്കണം. കാരണം സ്ത്രീ ബലഹീന പാത്രമാണ്. പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിക്കാൻ പുരുഷന് സാധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ തെറ്റ് ചെയ്തതിൻ്റെ അനന്തരഫലം എന്താണ്? ദൈവം സർപ്പത്തെയും ഭൂമിയെയും ഇവിടെ ശപിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഈ ആദമിനെയോ ഹവ്വയോ ദൈവം ഇവിടെ ശപിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതിനുശേഷം ഇവർ നഗ്നരെന്ന് ബോധ്യമായപ്പോൾ ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് അവളുടെ നഗ്നത മറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ഭൂമിയിലെ ആദ്യ മരണമായി നമുക്ക് കാണാം. അവർ പാപം ചെയ്തപ്പോഴാണ് നഗ്നരെന്ന് അവർക്ക് തോന്നിയത്. അതിനു മുമ്പ് അവർക്ക് തേജസ്സിൻ്റെ വസ്ത്രമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നഗ്നത എന്ന് പറയുന്നത് അവരുടെ കുറവുകൾ അവർക്ക് ഇപ്പോൾ ഇവിടെ ബോധ്യമാവുകയാണ്. ദൈവം അവരുടെ ആ കുറവിനെ മറയ്ക്കുവാൻ തക്കവണ്ണം ഉള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. ആ മൃഗത്തിൻ്റെ തോല് കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവളുടെ നഗ്നതയെ അവിടെ മറച്ചു. ദൈവമാണ് ഇവിടെ ആദ്യം ഒരു മൃഗത്തെ കൊല്ലുന്നതായി ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നാം. അതെന്തിൻ്റെ സൂചനയായിരുന്നുവെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ മൃഗത്തിൻ്റെ തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി ആദമിനെയും ഹവ്വയുടെയും നഗ്നത ദൈവം ഇത് മറച്ചത്
ഒരു നാൾ തൻ്റെ പുത്രനെ കാൽവരി ക്രൂസിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അവൻ്റെ നീതിയുടെ വസ്ത്രം നമ്മെ ധരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവിക പ്രവൃത്തിയുടെ ഒരു ചിത്രമാണത്. അവൻ്റെ നീതിയുടെ വസ്ത്രം നമുക്ക് ധരിക്കുമ്പോഴാണ് പാപമാകുന്ന നഗ്നത നമ്മിൽ നിന്ന് മറയ്ക്കപ്പെടാതില്ലാതായി പോകുന്നത്. ഇനി ദൈവം ഇവിടെ സ്ത്രീയോട് ഇവിടെ നമുക്കറിയാതിന് ശേഷം ദൈവം മനുഷ്യനോട് ചോദിക്കുന്നു, ഞാൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ ഭക്ഷിച്ചോ? മനുഷ്യൻ പറയുന്നൊരു ന്യായീകരണമുണ്ട്, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ നിമിത്തം ഞാനിത് ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനുള്ള ശ്രമമാണ്. ഒന്നുകിൽ നീ കൂട്ടിന് തന്ന സ്ത്രീയാണ് അതിന് കാരണം, അല്ലെങ്കിൽ നീയാണ്. ഞാൻ നിന്നോട് ഭാര്യയെ ചോദിച്ചില്ല, നീയാണ് പറഞ്ഞ് ഞാൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നും പറഞ്ഞ് എനിക്ക് സ്ത്രീയെ ഭാര്യയെ സൃഷ്ടിച്ചെന്നത് നീയാണ്. അവൻ സ്വയം ഒഴിയാൻ ശ്രമിക്കുന്നു. ഇതാണ് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം. ജീവിത പങ്കാളിയെപ്പോലും തള്ളിപ്പറയാനുള്ള മനോഭാവത്തിലേക്ക് വരും. എന്നാൽ ആദ്യം ഈ സ്ത്രീയെ സൃഷ്ടിച്ചു നൽകിയപ്പോൾ അവൻ പറഞ്ഞത് ഇന്നലെ നമ്മൾ വായിച്ചു. ദിസ് അറ്റ് ലാസ്റ്റ് ഈസ് മൈ ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. എൻ്റെ അസ്ഥിയാണ്, എൻ്റെ മാംസമാണെന്ന് പറഞ്ഞവൻ ഇവിടെ അവൻ തള്ളിപ്പറയുകയാണ്. എന്താണ്? ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണത്. അവൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവനാണ്. കർത്താവേ, എനിക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടവൻ സ്വയം ഒഴിയാനുള്ള ഒരു ശ്രമം. അത് കഴിഞ്ഞ് സ്ത്രീയോട് ചോദിക്കുമ്പോൾ സ്ത്രീ അവിടെ പാമ്പിനെ കുറ്റപ്പെടുത്തുന്നു. ആരും കുറ്റം ഏൽക്കുന്നില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്നതായ ഓരോന്നിനും നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ട്. തെറ്റായ പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങൾ പറയാൻ സാധിക്കും. സാഹചര്യം അതായിപ്പോയി, ആ ആൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത്, ഇതൊക്കെ നമുക്ക് പറയാൻ സാധിച്ചേക്കാം. എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഒരിക്കലും വേറൊരാളെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. ഇനി നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇനി പുറത്താക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. 3:16 മുതൽ വാക്യങ്ങളിൽ സ്ത്രീയോട് പറയുന്നു, ഞാൻ നിനക്ക് ഗർഭധാരണവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, പക്ഷേ നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും. അതിനുമുമ്പ് 15-ാം അധ്യായത്തിലെ ഒരു വാക്കുണ്ട്. ഭർത്താവ് പാമ്പിന് കൊടുക്കുന്നതായ ഒരു ശാപമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും സ്ത്രീക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം കൽപ്പിക്കുന്നു. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിന് യേശുക്രിസ്തു മുഖാന്തരം ഉണ്ടാകാൻ പോകുന്ന രക്ഷയുടെ മുൻകുറിയായി പഴയ നിയമത്തിൽ കൊടുത്ത വാഗ്ദത്തമായി സഭാപിതാക്കന്മാർ ഈ വേദഭാഗത്തെ ധാരാളമായി വ്യാഖ്യാനിച്ച് കണ്ടിട്ടുണ്ട്. ഇവരാരാണ് സ്ത്രീ? ആരാണ് സ്ത്രീയുടെ സന്തതി? സ്ത്രീയുടെ സന്തതിയായി ഭൂമി ജനിച്ചിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമാണ്. ബാക്കി എല്ലാവരും പുരുഷന്റെ സന്തതിയാണ്. പുരുഷനെ കൂടാതെ സ്ത്രീയിൽ നിന്നും മാത്രം ശരീരം ധരിച്ച് ഭൂമിയിൽ വരാൻ പോകുന്നവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം. ആ സ്ത്രീയുടെ സന്തതിക്കും പിശാചിനും, അതായത് പാമ്പിനും തമ്മിൽ ഇത് ശത്രുത്വം. നീ അവൻ്റെ തല തകർക്കും, അവൻ നിന്റെ കുതികാൽ തകർക്കും. അത് രണ്ടും കാൽവറിയിൽ സംഭവിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണം മുഖാന്തരം പിശാചിൻ്റെ തല യേശുക്രിസ്തു തകർത്തു. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടി വന്നു. അവനവൻ്റെ കുതികാൽ കുത്തുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു വാഗ്ദത്തം ആയിട്ട് ഈ വാക്യത്തെ പിതാക്കന്മാർ കാണാനുള്ളൊരു കാരണം അതാണ്. ഇനി പിന്നെ സ്ത്രീയോട് പറഞ്ഞ്, ഞാൻ നിനക്ക് ഗർഭധാരണം വർദ്ധിക്കുന്ന വേദനയോടെ മക്കളെ പ്രസവിക്കും, പക്ഷെ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാണ്. അത് വളരെ ശരിയാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുക വേദനാജനകമായ അനുഭവമാണെന്നും പറഞ്ഞ് കാരണം പറഞ്ഞ് ആരും ഭർത്താവിനെ വിട്ടു പോകാറില്ല. വീണ്ടും ഭർത്താവിനോട് ലൈംഗികമായ സ്നേഹവും ആസക്തിയും വർദ്ധിച്ചു വരികയാണ്.
എന്നിട്ട് പുരുഷനോട് പറയുന്നു, നീ നിന്റെ നെറ്റിയിലെ വെറുപ്പോടെ അപ്പം ഭക്ഷിക്കും, പക്ഷേ നീ മുള്ളും പറക്കാരയും ഉണ്ടാകും. ഇതിനു മുൻപ് അവൻ അധ്വാനിച്ചാൽ 100 മേനി അവന് ഫലമാണ്. ഇനി അവൻ കൃഷി ചെയ്യുമ്പോൾ നന്മയ്ക്ക് പകരം തിന്മ ലഭിക്കുന്ന സസ്യങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് മനുഷ്യ ജീവിതത്തിലും ഇതാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ കഠിനാധ്വാനം ചെയ്താലും അതിനുള്ളതായ ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വീണു പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നു, അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യഹോവയായ ദൈവം ഇവിടെ പറയുന്നു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന അമർത്യനാകാനിടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവം വലിയ അസൂയക്കാരനാണെന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരുവനെ പോലെ ഇവനായിരിക്കുന്നു, ഇവനെ ഇവിടുന്ന് പുറത്താക്കുക. എന്തുകൊണ്ടാണ് ദൈവം ഇപ്പോൾ അവനെ പുറത്താക്കിയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവൻ പാപം ചെയ്ത് മരിച്ച അവസ്ഥയിലാണ്. ഈ മരിച്ച അവസ്ഥയിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി തിന്നാൽ പാപത്തിൽ പിന്നെ നിത്യജീവനാണ്. പാപത്തിൽ നിത്യജീവനായാൽ പിന്നെ ദൈവത്തിന് പോലും അവനെ തിരുമ്പെടുക്കാൻ പ്രയാസമായിരിക്കാം. അതുകൊണ്ട് ആ പാപം ചെയ്ത അവസ്ഥയിൽ ജീവവൃക്ഷഫലം ഭക്ഷിക്കാതെ ദൈവം പുറത്താക്കിയിട്ട് കാലാന്തരത്തിൽ ദൈവം മനുഷ്യാവതാരം ചെയ്തു വന്ന് ഈ പിശാചിൻ്റെ തല കാൽവറിയിൽ തകർത്തതിന് ശേഷം ആ ജീവവൃക്ഷഫലമായ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അവൻ അനുഭവിക്കാൻ കൊടുക്കുന്നു. അതോടുകൂടി ഇറങ്ങിപ്പോയ ഏദനിലേക്ക് അവൻ മരിച്ചവനായി ഇറങ്ങിപ്പോയെങ്കിൽ ജീവനുള്ളവനായി ഇവിടെ തിരിച്ചു കയറാനുള്ള വഴി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അപ്പോൾ പാപം ചെയ്ത അവസ്ഥയിൽ കൈനീട്ടി ജീവവൃക്ഷഫലം തിന്ന് പാപത്തിൽ നിത്യജീവനാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27 മുതൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അയോഗ്യമായി കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കരുതെന്ന് പൗലോസ്ലീഹ പറഞ്ഞു. അത് മുഖാന്തരം നിങ്ങളിൽ പലരും രോഗികളാവുകയും ചിലർ മരിക്കുകയും ചെയ്യും. രോഗശമനത്തിനും അനുഗ്രഹത്തിനും ജീവനും ലഭിക്കേണ്ടതാണത്. എന്നാൽ പാപാവസ്ഥയിൽ അല്ലെങ്കിൽ അയോഗ്യമായി ഇത് ഭക്ഷിച്ചാലുള്ള കുഴപ്പം നമുക്കറിയാം. കർത്താവ് 12 ശിഷ്യന്മാർക്കും അപ്പം നുറുക്കി ഖണ്ഡിച്ചു കൊടുത്തു അന്ത്യത്താഴത്തിൽ. നമ്മൾ വായിക്കുന്നു, യൂദ അത് ഭക്ഷിച്ച ഉടനെ അവനിൽ പിശാച് കയറിയെന്നാണ്. മറ്റാരിലും അത് സംഭവിച്ചില്ല. കാരണം എന്തുകൊണ്ട് യൂദയ്ക്ക് അതിനു മുൻപ് ചെന്ന് യേശുവിനെ വിട്ടുകൊടുക്കാൻ ശാസ്ത്രപരീശന്മാരുമായി ഒത്ത് 30 വെള്ളിക്കാശിനെ പറഞ്ഞൊത്തിട്ടാണ് അവൻ ഇവിടെ വന്ന് ആ പാപം മനസ്സിൽ വെച്ചുകൊണ്ട് അവനിൽ വിശുദ്ധ കുർബാന ആദ്യ കുർബാന അനുഭവിച്ചപ്പോൾ അവനിലെ പാപം കൂടുതൽ ശക്തിപ്പെട്ടു. അതുകൊണ്ട് ദൈവം അത് ഇവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവനെ ഏതിൽ നിന്ന് ഇവിടുന്ന് പുറത്താക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അവിടെ നമ്മൾ വായിക്കുന്നു, കെരൂബുകളെ അവിടെ കാവൽ നിർത്തിയെന്നാണ്. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ഇതെപ്പോഴാണ്? അതിനുശേഷം എന്ന് പറഞ്ഞാൽ ജീവവൃക്ഷത്തിന് ഫലം ഭക്ഷിക്കാതിരിക്കാൻ അവനെ മാറ്റി നിർത്തും. അവിടെ അവന് വീണ്ടും പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം അവിടെ കാവൽ ഏർപ്പെടുത്തുന്നു. എന്നാൽ ഈ കാവല്, ഈ കുന്തം, ഈ വാള എപ്പോഴാണ് പിന്നെ മാറ്റപ്പെടുന്നത്? കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ അത് സംഭവിക്കുന്നുവെന്ന് പിതാക്കന്മാർ ആരാധനാഗീതങ്ങളിൽ പാട്ടായി നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. പഠിച്ച സുറിയാനി സഭയുടെ കെന്താ നമസ്കാരത്തിൽ സന്ധ്യാപ്രാർത്ഥന ഇങ്ങനൊരു പാട്ടുണ്ട്. മോദിക്ക വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ, 3-ാം നാളിൽ ജീവിച്ച കബറീന്നെഴുന്നേറ്റാൻ, പാപത്തെ കൊലയാൽ കൊന്നാൻ മൃതിയാൽ, ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി, തൻ കബറാൽ തീർത്താൻ കബർനാശം തന്നുദ്ധാനാലിങ്ങുയിരേകി, ഏറ്റിവതൻ പോക്കി വഴിത്തെറ്റെല്ലാം ഞങ്ങളുടെ. അവിടെ വെച്ച്
ക്രോബുകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി. യേശു കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പറുദീസായുടെ വാതിൽ അവിടെ തുറക്കപ്പെട്ടു. പുറത്തുപോയ മനുഷ്യന് അവിടെ പ്രവേശിക്കാനുള്ള വാതിൽ അവിടെ തുറന്നു കിട്ടി. കർത്താവിൻ്റെ കാൽവറി യാഗം ക്രൂശുമരണ മുഖാന്തരമാണ് അതിനുള്ള അവസരം നമുക്ക് ലഭിച്ചെന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ്റെ ആദ്യ കുടുംബവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ കൂടുതലും സിംബോളിക്കായിട്ടും ഒക്കെയാണ്. അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ യഹോവയും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ എങ്ങനെ പാപം ലോകത്ത് വന്നു, എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നു, എങ്ങനെയാണ് അവൻ ഇനി അവിടെ തിരിച്ചു കയറാൻ സാധിക്കുന്നതെന്നൊക്കെ സിംബോളിക്കായിട്ടും കഥാരൂപത്തിലൊക്കെയുള്ള ഒരു ആവിഷ്കാരമായി ഈ അധ്യായത്തെ നമ്മൾ കാണുക. അത് കൂടുതൽ വായിക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക. മുമ്പേ പറഞ്ഞതുപോലെ അറിവിനേക്കാൾ കൂടുതലായി ജീവൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ വേദപുസ്തക വായനകളൊക്കെ നമ്മെ സഹായിക്കണം. മറ്റുള്ളവരും ഈ വേദഭാഗം വായിക്കുവാൻ തക്കവണ്ണം നിങ്ങളവരെ പ്രേരിപ്പിക്കുക. നമ്മുടെ ലക്ഷ്യം വേദപുസ്തക വായന പരമ്പരയാണിത്. പഴയ പുതിയ നിയമം വായിച്ചു, പഴയ നിയമം നമ്മളിപ്പോൾ ആരംഭിച്ചു. അതും എല്ലാവരും വായിക്കുവാൻ തക്കവണ്ണം നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് തന്നെ സുവിശേഷ പ്രവർത്തനമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവം എല്ലാവർക്കും അനുഗ്രഹങ്ങളെ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.